ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് നാട്ടുമ്പുറത്തുകാരിയായ ഡയമണ്ട് ഫ്ലവറിനെ പറ്റി മനസ്സിലാക്കാം. ശരിക്കും നമ്മൾ ഈ ഇത്തിരി കുഞ്ഞൻ പൂവുള്ള ഔഷധ സസ്യത്തെ പറ്റിയാണ് പറയുന്നത്. പൂക്കളുടെ ഷേപ്പ് കണ്ടിട്ടായിരിക്കണം ഇംഗ്ലീഷുകാർ അതിനെ ഡയമണ്ട് ഫ്ലവർ എന്ന് വിളിച്ചത്. ശരിക്കും ഇത് നമ്മുടെ പർപ്പിടക പുല്ലാണ്. അപ്പോൾ കുറച്ചുകൂടി പരിചിതമായിട്ടുള്ള പേര് കുമ്മാട്ടിപ്പുല്ല് എന്നാണ്. അപ്പോൾ പഴമക്കാർക്കൊക്കെ ഇതിനെ അറിയാം. ഇപ്പോഴത്തെ ജനറേഷൻ അധികം പരിചയം കാണില്ല. പറമ്പുകളിൽ ചെറിയ പുല്ലുകൾക്കിടയിലൊക്കെ തന്നെ ഇതിങ്ങനെ കിളിച്ച് വരും. 10-15 സെൻറ്റിമീറ്ററൊക്കെ നീളത്തിൽ ഇത് വളരത്തുള്ളൂ. അപ്പോൾ ഇതിൻ്റെ പൂക്കൾ, അതായത് നമ്മുടെ ഡയമണ്ട് ഫ്ലവർ, കൂടുതലും ഇത് വെള്ള നിറത്തിലാണ്. പിന്നെ ചിലപ്പോൾ ഒരു മങ്ങിയ പിങ്ക് നിറത്തിലുമൊക്കെ തന്നെ കാണപ്പെടാറുണ്ട്. അപ്പോൾ ഞാനൊരു പേര് പറഞ്ഞു, കുമ്മാട്ടിപ്പുല്ലെന്ന്. ഇത് തൃശ്ശൂർ, വയനാട്, പാലക്കാട്, തെക്കൻ മലബാർ പ്രദേശങ്ങളിലൊക്കെയാണ് ഇതിനെ കുമ്മാട്ടിപ്പുല്ലെന്നറിയപ്പെടുന്നത്. അപ്പം ഓണത്തോടനുബന്ധിച്ചിട്ട് അവിടെ ഒരു ആർട്ട് ഫോം, ഒരു നൃത്തരൂപം, ഒരു പരമ്പരാഗതമായിട്ടുള്ളൊരു ആചാരം ആയിട്ട് നടത്തുന്ന ആണ് കുമ്മാട്ടിക്കളി. അപ്പോൾ ഈ ഒരു കുമ്മാട്ടിക്കളിയിലാണ് നമ്മുടെ ഈ ഒരു കുമ്മാട്ടിപ്പുല്ലിൻ്റെ ഉപയോഗം കാണുന്നത്. അപ്പോൾ ശരീരത്ത് മൊത്തം ഈ ഒരു കുമ്മാട്ടി പുല്ലിങ്ങനെ വെച്ച് കെട്ടിയിട്ടാണ് അവർ ഈ നൃത്തരൂപം കളിക്കുന്നത്. അപ്പോൾ ഒരു വുഡൻ മാസ്ക്, അത് ദൈവങ്ങളുടെ രൂപങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും വേട്ടക്കാരുടെ രൂപങ്ങളോ ഉള്ളൊരു മാസ്കും ഒക്കെ വെച്ചിരിക്കും. അപ്പോൾ പണ്ട് കാലങ്ങളിൽ ഈ ഒരു കുമ്മാട്ടിപ്പുല്ല് മാത്രമായിരുന്നു ശരീരത്ത് മുഴുവനും ഇങ്ങനെ വെച്ച് കെട്ടിയിരുന്നത്. അപ്പോൾ ഏകദേശം കിൻഡൽ കണക്കിന് പുല്ല് വേണ്ടി വരും. കിട്ടാതെ വരുന്ന സമയത്ത് അവർ തമിഴ്നാട്ടിൽ നിന്നൊക്കെ തന്നെ കൊണ്ടുവന്നിട്ടാണ് പണ്ട് കാലങ്ങളിൽ ഈ ഒരു കുമ്മാട്ടിക്കളി നടത്തിയിരുന്നത്. പക്ഷേ ഇന്നത്തെ കാലത്ത് ഇങ്ങനെ നടക്കുമെന്ന് തോന്നുന്നില്ല. കാരണം ഈ സാധനം അധികം കിട്ടാനില്ലല്ലോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതൊരു സർവ്വരോഗ ശമനിയാണ്. ഇത് ദേഹത്ത് ഇങ്ങനെ കെട്ടി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ ചൊറിച്ചിലോ ഒന്നും തന്നെ ഉണ്ടാകാറില്ല. അതുപോലെ നമ്മുടെ വിയർപ്പിനെ നിയന്ത്രിക്കാനും ഒക്കെ തന്നെ ഇത് സഹായിക്കുന്നു. അപ്പോൾ അതുകൊണ്ടായിരിക്കണം ഈ ഒരു കുമ്മാട്ടിപ്പുല്ലിങ്ങനെ ശരീരത്ത് വെച്ച് കെട്ടി അവർ ഈ നൃത്തരൂപം കൊണ്ടാടിയിരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഹിസ്റ്റോറിക്കലായിട്ടുള്ള എലമെൻസിലോട്ടൊന്നും ഞാൻ പോകുന്നില്ല. അപ്പം എന്തുകൊണ്ടാണ് ഇതിന് കുമ്മാട്ടിപ്പുല്ല് എന്നും കൂടി പേരുള്ളത് എന്നത് ഒന്ന് വിശദമാക്കിയെന്നേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഈ പർപ്പിടക പുല്ല് അഥവാ കുമ്മാട്ടിപ്പുല്ല് സമൂലം ഔഷധയോഗ്യമാണ്. സംസ്കൃതത്തിൽ ഇതിനെ ജുരാഗ്ന, പിത്താരി എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ കുറച്ച് ഹെൽത്ത് ബെനിഫിറ്റ്സിലേക്ക് നമുക്ക് കടക്കാം. അപ്പോൾ പ്രധാനമായിട്ടും ഇത് ആയുർവേദത്തിൽ അരിഷ്ടവും കഷായവും ഒക്കെ വെച്ചിട്ടാണ് കഴിക്കുന്നത്. പനി മാറാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ളൊരു ഔഷധമാണ് ഈ പർപ്പിടകപ്പുല്ല്. അത് ബെസ്റ്റ് ട്രീറ്റ്മെൻറ്റ് ഫോർ ഫീവറാണ്. പനി, ചുമ, ജലദോഷം എല്ലാത്തിനും നല്ലതാണ്. അപ്പോൾ ഇത് കഷായം വെച്ചിട്ടാണ് അത് കഴിക്കുന്നത്. അതുപോലെ നമുക്ക് ഉണങ്ങാൻ കാലതാമസം നേരിടുന്ന മുറിവുകൾ അത് പെട്ടെന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട്, അത് അണുബാധയൊന്നും ഇല്ലാതെ തന്നെ സൂക്ഷിച്ച് അത് ഉണങ്ങുന്നതായിട്ട് ഇതിൻ്റെ നീര് പിഴിഞ്ഞിട്ട് മുറിവിൽ ഒഴിച്ചാൽ മതി. കർക്കിടക മാസത്തിൽ നമുക്ക് നേരിടുന്നൊരു വെല്ലുവിളിയാണ് മഞ്ഞപ്പിത്തം പോലെയുള്ള രോഗങ്ങൾ. അപ്പോൾ നമ്മളിത് അരിഷ്ടവും കഷായമൊക്കെ വെക്കും. പർപ്പിടകാരിഷ്ടം, പർപ്പിടകാദ്യാരിഷ്ടം എന്നൊക്കെയാണ് ഇത് പല പേരുകളിൽ അറിയപ്പെടുന്നത്. അപ്പം അതിന് ഒരു ഉത്തമ ഔഷധമാണ്. അതുപോലെ വിളർച്ച, അനീമിക്കായിട്ടുള്ളതിന്, അത്തരം അസ്വസ്ഥതകളൊക്കെ പരിഹരിക്കുന്നതിന് ഇത് സഹായിക്കുന്നു. പിന്നെ അടുത്തതായിട്ട് ഇതിൻ്റെ ഉണക്കിയ പൊടി, അത് ഈ തൈറോയ്ഡ് രോഗചികിത്സയ്ക്കായിട്ട് ഉപയോഗിക്കുന്നു. അതുപോലെ ഹൃദയമിടിപ്പ് കുറയ്ക്കാൻ സഹായിക്കുന്നു. മൂക്കിലൂടെ രക്തസ്രാവം ഒക്കെ ഉണ്ടാകുമ്പോൾ അത് നിയന്ത്രിക്കാൻ സഹായിക്കുന്നു. പിന്നെ ആങ്സൈറ്റി ഡിസോർഡർ, ഉത്കണ്ഠ ഉണ്ടാകുക, അത് ഉറക്കമില്ലായ്മ, ഇത്തരം കാര്യങ്ങളൊക്കെ ഒഴിവാക്കുന്നതിനും ഒക്കെ തന്നെ ഇത് ഉപയോഗപ്പെടുത്തുന്നു. അതുപോലെ ഗർഭിണികളിൽ ഹോർമോൺ ഇംബാലൻസ് ലഘൂകരിക്കുന്നതിനുമൊക്കെ തന്നെ ഇത് സഹായിക്കുന്നു. ഡെർമറ്റോളജി, ത്വക്ക് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഒരു കാര്യം നമ്മൾ കണ്ടു അല്ലേ, മുറിവൊക്കെ ഉണങ്ങുന്നതിനൊക്കെ സഹായിക്കുന്നു എന്നുള്ളത്. അപ്പം നാൽപ്പാമരാതി തൈലത്തിൽ ഒരു പ്രധാന ചേരുവ കൂടിയിട്ടാണ് ഈ നമ്മുടെ പർപ്പിടകപ്പുല്ല് അഥവാ കുമ്മാട്ടിപ്പുല്ലെന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇത്തിരി കുഞ്ഞിനെ പറ്റി നിങ്ങൾക്ക് കുറച്ചൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. എല്ലാവർക്കും നന്മകൾ നേരുന്നു. ടേക്ക് കെയർ.